2023 റിലീസായ യു മെയ്ഡ് മൈ ഡോൺ എന്ന വളരെ രസകരമായ ഒരു കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ സെയ്ജിയെ കാണിച്ചുകൊണ്ടാണ്. സെയ്ജി അവന്റെ സ്കൂളിന്റെ ഒരു ഓരത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് നിവയുടെ വരവ്. നിവയാണ് നമ്മുടെ കഥാനായിക. അവൾ എപ്പോഴും ഇങ്ങനെ മാസ്ക് ഒക്കെ വെച്ചാണ് സ്കൂളിൽ നടക്കാറുള്ളത്. ഇപ്പോഴും അവൾ പമ്മി അങ്ങോട്ടേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് അവളുടെ മുന്നിലേക്ക് സെയ്ജി പോകുന്നു. സെയ്ജിയെ കണ്ടപാടെ നിവ അവനോട് സംസാരിക്കാൻ നോക്കുമ്പോ എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവൻ ഒരൊറ്റ പോക്കായിരുന്നു. അവളാണെ ആകെ ഞെട്ടിപ്പോയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം ഇപ്പോ സ്വപ്നം കണ്ട് ഉറക്കമെണ്ണിക്കുന്ന നിവ വേഗം സ്കൂളിലേക്ക് പോകാൻ റെഡിയാവുന്നു. അവളുടെ കുഞ്ഞനുജത്തെയും കൂട്ടി അവൾ പുറപ്പെട്ടു പോകുന്ന ആ ഒരു സമയത്ത് അമ്മ പ്രത്യേകം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ അച്ഛന്റെ ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണം. അറിയാലോ അടുത്ത ആഴ്ച അച്ഛന്റെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ അവളുടെ മുഖം മാറുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്ന അമ്മ, നീ ഒരു ഗിഫ്റ്റ് കൊടുത്തില്ലേലും വേണ്ടില്ല, അച്ഛൻ എന്ന ഒരു കെയർ നിനക്ക് കാണിച്ചൂടെ, അത്രയെങ്കിലും നീ ചെയ്ത അതുപോലും അദ്ദേഹത്തിന് വലിയ കാര്യമായിരിക്കുമെന്ന് അമ്മ അവളോട് പറയുന്നു. അങ്ങനെ അവൾ ക്ലാസ്സിലേക്ക് ചെല്ലുന്നു. ക്ലാസ്സിലെത്തുമ്പോ വീണ്ടും മാസ്ക് ഒക്കെ എടുത്തിട്ട് അവൾ റെഡി ആവുന്നുണ്ട്. എന്തായാലും ആ ഒരു ക്ലാസിന്റെ ലീഡർ നിവ ആയതുകൊണ്ട് തന്നെ അവൾ മറ്റു കുട്ടികളോട് ഒരു ഡാൻസ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ ആരും വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. ആദ്യം ഒരു ലീഡറിനെ തെരഞ്ഞെടുത്താൽ പിന്നീട് ആ പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ പുള്ളിയെ കൊണ്ട് കോർഡിനേറ്റ് ചെയ്യിപ്പിക്കാമല്ലോ എന്ന കാര്യം കൊണ്ട് ശരി ആ ഒരു പ്രോഗ്രാമിന് ആർക്കാണ് ലീഡർ ആവാൻ താല്പര്യമുള്ളത് എന്ന് അവൾ ചോദിക്കുമ്പോൾ ചില കുട്ടികൾ സെയ്ജിയുടെ പേര് റെക്കമെൻഡ് ചെയ്യുന്നു. ഈ സമയം എനിക്കൊന്നും അതിന് പറ്റില്ല എന്ന് പറഞ്ഞാണ് അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് എത്തുന്ന സെയ്ജി വരുന്നത്. അവൾ എല്ലാവരും നീ ഞങ്ങളെ ലീഡ് ചെയ്യണമെന്നാ ഈ ഒരു പ്രോഗ്രാമിന്റെ കാര്യത്തിൽ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഒന്ന് കൺസിഡർ ചെയ്തൂടെ എന്നെല്ലാം ചോദിക്കുമ്പോൾ സെയ്ജി അത് കേൾക്കുന്നില്ല. ഒടുക്കം ക്ലാസ് ലീഡറായ അവൾ തന്നെ ഈ ഒരു ചുമതലയും താൻ ഏറ്റെടുക്കാം എന്ന ഒരു തീരുമാനത്തിലെത്തുന്നു. കാരണം വേറെ വഴിയില്ലല്ലോ, പറഞ്ഞിട്ട് ആരും കേൾക്കുന്നുമില്ല. അങ്ങനെ പിന്നീട് ക്ലാസ്സിലേക്ക് പഠിപ്പിക്കാൻ എത്തുന്ന ഒരു സാർ ഇവരെ കൊണ്ട് ഒരു ചെറിയ വർക്ക്ഷോപ്പ് പോലെ ചെയ്യിപ്പിക്കുകയാണ്. മറ്റൊന്നുമല്ല, സാർ ഒരാളുടെ 2 പിക്ചർ ഡിസ്പ്ലേ ചെയ്യുന്നു. അയാൾ ഒരു പെയിന്റർ ആയതുകൊണ്ട് അയാളുടെ തന്നെ പിക്ചർ വരച്ചതാണ് ഒരെണ്ണം, മറ്റേത് വേറൊരു പെയിന്റർ ഇയാളെ നോക്കി വരച്ചതും. ഈ 2 പിക്ചേഴ്സും തമ്മിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന സാറിന്റെ ചോദ്യത്തിന് രണ്ടും ഒരാളുടെ പിക്ചർ ആണെങ്കിലും രണ്ടും 2 പേഴ്സ്പെക്റ്റീവ് ആണെന്ന് ഒരു കുട്ടി പറയുമ്പോൾ അതെ ശരിയാണ്, നമ്മളെ പറ്റി നമുക്കുള്ള കാഴ്ചപ്പാടായിരിക്കില്ല നമ്മുടെ ചുറ്റിനുമുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ തോന്നുന്നത്, അത് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നത് നിങ്ങളെ പറ്റി നിങ്ങളുടെ ചുറ്റിനുമുള്ളവർ എന്താണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഫൺ വർക്ക്ഷോപ്പാണ്. എല്ലാവരും പരസ്പരം എന്താണ് തോന്നുന്നതെന്ന് എഴുതാനായി പറയുന്നു. അങ്ങനെ കുട്ടികൾ ഓരോരുത്തരെ പറ്റി എഴുതി കൊടുത്തിട്ട് സാർ പിന്നീട് അത് കുറച്ച് റാൻഡമായി പിക്ക് ചെയ്ത് വായിപ്പിക്കുന്ന സമയത്ത് ക്ലാസ് ലീഡർ ആയിട്ടുള്ള നിവയെ പറ്റി അഭിപ്രായം എഴുതിയിരിക്കുന്നത് വായിപ്പിക്കുന്നുണ്ട്. അതിൽ എല്ലാവരും അവളെ പറ്റി നല്ല അഭിപ്രായമാണ് എഴുതിയിരിക്കുന്നത്, നല്ല പോസിറ്റീവ് ആണ്, സ്മാർട്ട് ആണ്, അങ്ങനെ. പക്ഷെ ലാസ്റ്റ് വരുമ്പോ എഴുതിയിരിക്കുന്ന അഭിപ്രായം അവൾ എപ്പോഴും മാസ്ക് ഇട്ട് അവളുടെ ഫീലിങ്സിനെയാണ് ഈ കവർ ചെയ്ത് നടക്കുന്നതെന്നാണ്. ആരാണ് ഇതൊക്കെ എഴുതിയതെന്ന് അറിയില്ല, എല്ലാവരുടെ അഭിപ്രായം അതിലുണ്ട് എന്നേ ഉള്ളൂ. അവൾ ഉടനെ തന്നെ അങ്ങനൊന്നുമില്ല, ഇത് എഴുതിയ ആൾ എന്നെ പറ്റി തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്, എനിക്ക് അങ്ങനെ ഫീലിങ്സ് ഒന്നും മറച്ചു പിടിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾ കാണുന്ന പോലെ തന്നെ എപ്പോഴും ഹാപ്പിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴൊക്കെ അത് കേൾക്കുന്ന സെയ്ജിയുടെ മുഖത്തെ പുച്ഛഭാവം നമുക്ക് കാണാം. ആ പുച്ഛം വെറുതെ അല്ല, അവൻ തന്നെയാണ് അവളെ പറ്റി ആ ഒരു അഭിപ്രായം എഴുതിയിരുന്നതെന്ന് പിന്നീട് അവൾ ഒറ്റയ്ക്കിരുന്ന് ലഞ്ച് കഴിക്കുന്ന സമയം അടുത്ത് ചെന്നിരുന്നവൻ നീ ഇങ്ങനെ ഫീലിങ്സ് മറച്ചു വെച്ച് ഫേക്ക് ചെയ്ത് നടക്കുന്നത് കൊണ്ട് എനിക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് പോകുന്നതിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവളായിട്ട് എല്ലാവരുടെയും മുന്നിൽ താൻ നല്ല പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് കരുതി അവൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചാണ് ഒന്നും വിടാതെ ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. അതിപ്പോ സ്കൂളിലെ കാര്യങ്ങളായാലും വീട്ടിലെ കാര്യങ്ങളായാലും നന്നായി പഠിച്ച് സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള അവാർഡ് വാങ്ങണം എന്ന ലക്ഷ്യം കൊണ്ട് ലേറ്റ് നൈറ്റ് ആയിട്ടും അവൾ പഠിക്കും. ഉറക്കം വന്നാലും ആ ഉറക്കം എങ്ങനെയും കളഞ്ഞ് പഠിക്കാനായി ശ്രമിക്കും. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് സ്ട്രെസ് എടുത്താണ് അവൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അന്ന് ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിച്ചതുകൊണ്ട് തന്നെ അടുത്ത ദിവസം കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവൾ എണ്ണീക്കുന്നതും. അങ്ങനെ ധൃതി പിടിച്ച് പുറപ്പെട്ടു പോകുന്നു. ജസ്റ്റ് മിസ്സിനാണ് ബസ് അവൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ ബസ്സിൽ നിൽക്കുന്ന സമയത്താണ് അവൾ അയ്യോ ഞാൻ മാസ്ക് ഇട്ടില്ലല്ലോ എന്ന കാര്യം ഓർക്കുന്നത്. അവൾ പെട്ടെന്ന് പാനിക് ആവുന്നു. ഒരുവിധം കയ്യിലുണ്ടായിരുന്ന കർച്ചീഫ് ഒക്കെ എടുത്ത് മുഖത്തിന്റെ പകുതി ഇങ്ങനെ മറച്ചു പിടിച്ച് നിൽക്കുകയാണ് മാസ്ക് ഇടാത്തതിന്റെ ആ ഒരു അസ്വസ്ഥത കാരണം. അങ്ങനെ ബസ് ഇറങ്ങി സ്കൂളിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. ആ ഒരു വഴിയിൽ അവൾ അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ്. സ്കൂളിന്റെ ലാസ്റ്റ് ബെല്ലൊക്കെ അടിക്കാറായി. എന്നിട്ടും അവൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയാതെ തളർന്ന് അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന സെയ്ജി എന്ത് പറ്റിയെന്ന് തിരക്കുന്നു. ആ ഒരു സമയത്ത് അവൾ എന്തോ വയ്യാഴിക വന്നതുപോലെ ഇരിക്കുന്ന കാണുന്ന അവൾക്ക് വൊമിറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ട് അതിനുവേണ്ടി ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗും വെള്ളവും ഒക്കെ കൊടുക്കുന്നുണ്ട്. അവളങ്ങനെ വൊമിറ്റ് ഒക്കെ ചെയ്ത് ആകെ തളർന്നിരിക്കുമ്പോൾ അവന് കാര്യം മനസ്സിലാവുന്നുണ്ട്. അവളുടെ മുഖത്ത് മാസ്ക് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അവളാണെങ്കിൽ മാസ്ക് വേണമെന്ന് പറഞ്ഞ് വെപ്രാളവും പിടിക്കുന്നു.
മാസ്ക് ഇല്ലാതെ നിനക്ക് ഒരു നിമിഷം പോലും ഇങ്ങനെ ഇരിക്കാൻ വയ്യല്ലേ എന്ന് ചോദിച്ചവൻ അവൻ ബാഗിൽ ഒരു മാസ്ക് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് അത് എടുത്തു കൊടുക്കുന്നു. ഈ സമയത്താണ് അവൾക്ക് ഒന്ന് ശ്വാസം നേരെ വീഴുന്നത്. അപ്പോഴേക്കും അവളുടെ അമ്മ കോൾ ചെയ്ത് സ്കൂളിൽ ചെന്നില്ലേ, എവിടാ നീ, സാറ് അറ്റൻഡൻസ് എടുത്തപ്പോ നിന്നെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വിളിച്ചല്ലോ എന്ന് പറയുന്ന സമയം എന്റെ ഒരു ബുക്ക് ഞാൻ വീട്ടിൽ നിന്ന് എടുക്കാൻ പറഞ്ഞിരുന്നു, ഞാൻ അതിന് തിരിച്ചു വന്നതാണെന്ന് അവള് പറയുന്നു. കാരണം അമ്മ ജോലിക്ക് പോവും, അപ്പൊ വീട്ടില് താൻ ചെന്നോ ഇല്ലയോ എന്ന് അമ്മ അറിയില്ല എന്ന് അവൾക്കറിയാം. എന്തായാലും നീ ക്ലാസ്സിൽ പോകണം, വേഗം പോകുന്നൊക്കെ അമ്മ പറയുമ്പോ അവൾ പെട്ടെന്ന് സേജിയുടെ കാര്യം പറയണം. കാരണം അവൻ സ്കൂളിലേക്ക് പോകണ്ടായിരുന്നു, തന്നെ സഹായിക്കാനായി ഇവിടെ നിന്നതാണെന്ന് അറിയാവുന്ന അവൾ സേജി എന്റെ കൂടെ ഉണ്ട് അമ്മ, എന്റെ ക്ലാസ്സിലെ ഒരു പയ്യനാ, അമ്മ സാറിനെ ഞാൻ വരുമെന്ന് വിളിച്ച് പറയുമ്പോ അവന്റെ കാര്യം കൂടി ഒന്ന് പറയണേന്ന് പറയുമ്പോഴേക്കും അമ്മയുടെ ഭാവം പറഞ്ഞു. ഓഹോ, അപ്പൊ നീ ഒരു പയ്യനുമായിട്ട് കറങ്ങിയടിച്ച് നടക്കല്ലേ എന്നെല്ലാം അമ്മ ബഹളം വെക്കുമ്പോ അല്ലല്ലമ്മ ഞാൻ ഇപ്പൊ തന്നെ പോവാണെന്നും പറഞ്ഞ് അവള് പെട്ടെന്ന് സ്കൂളിലേക്ക് പോകാനായി എഴുന്നേൽക്കുമ്പോഴേക്കും നിനക്ക് വയ്യാതിരിക്കല്ലേ, നിനക്ക് ഇന്നൊരു ദിവസം സ്കൂൾ സ്കിപ്പ് ചെയ്തൂടെ എന്നെല്ലാം അവിടെ നിന്ന് സേജ് പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കാതെ സ്കൂളിലേക്ക് പോകുന്നു. അങ്ങനെ അവൾ സ്കൂളിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അവൾക്ക് ആദ്യത്തെ പീരീഡുകളിൽ അബ്സെന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു അധ്യയന വർഷത്തില് ഒരു ലീവ് പോലും എടുക്കരുത് എന്ന് വിചാരിച്ചിരുന്ന അവൾക്ക് അത് വലിയ സങ്കടമാവുന്നു. കൂടാതെ ഈ അടുത്ത് നടത്തിയ ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് സാറ് കൊടുക്കുമ്പോൾ അതിന് ഇവൾക്ക് മാർക്ക് കുറവാണ്. ഇവൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അവൾക്ക് അതിൽ മാർക്കും കിട്ടിയിട്ടില്ല. പിന്നീട് അവൾക്ക് ഡാൻസ് പ്രോഗ്രാമിന്റെ ഡ്യൂട്ടി ഉണ്ടല്ലോ, അതിനുവേണ്ടി പ്രാക്ടീസിന് കുട്ടികളെ വിളിക്കാൻ ചെല്ലുമ്പോൾ അവരാരും ഈ ഒരു ഫ്രീ പീരീഡിൽ ഡാൻസ് പ്രാക്ടീസിന് പോകാൻ താല്പര്യം കാണിക്കുന്നില്ല, പി.ടിക്ക് പോകാനാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അവൾ വളരെ അപ്സെറ്റ് ആയി, താൻ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല, ആരും താൻ പറയുന്ന കേൾക്കുന്നില്ല എന്ന രീതിയിൽ ആകെ ടെൻഷൻ കയറി ആ ഒരു സ്ട്രെസ് മാറ്റാനായിട്ട് പേന കൊണ്ട് അവളുടെ നഖത്തിനിട്ട് തന്നെ കുത്തി മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ സേജി അങ്ങോട്ടേക്ക് എത്തുന്നു. അവൻ ഇത് കണ്ട് അവളെ വഴക്ക് പറയാണ്. ഈ സമയത്ത് അവൾ താൻ ഡാൻസ് പ്രാക്ടീസിന്റെ കാര്യം പറഞ്ഞിട്ടും ആരും അത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ അവൻ അവളെ മാറ്റി നിർത്തി എല്ലാ കുട്ടികളെയും ഡാൻസ് പ്രാക്ടീസിന് എത്താനായി അനൗൺസ് ചെയ്യുന്നു. അവൻ പറഞ്ഞു തീരുമ്പോഴേക്കും അവരെല്ലാം അവൻ പറയുന്നത് കേട്ട് വന്ന് നിൽക്കുന്നത് കാണുന്ന അവൾ ലീഡറായ താൻ പറഞ്ഞിട്ടും ആരും കേട്ടില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നുണ്ട്. എന്തെങ്കിലും അന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് എത്തുമ്പോൾ അവളുടെ കയ്യിൽ ഒരു മാസ്ക് ഇരിക്കുന്നത് കണ്ട അമ്മ നീ ഫേസ് മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. കാരണം ഇവളിങ്ങനെ മാസ്ക് വെച്ചാണ് സ്കൂളിൽ നടക്കുന്നത് എന്ന കാര്യം അമ്മയ്ക്ക് അറിയില്ല. കാരണം വീട്ടിൽ അവൾ ആ ഒരു ഐഡന്റിറ്റിയിലെ അല്ല, സ്കൂളിലാണ് ഈ ഒരു രീതിയിൽ അവൾ നടക്കാറുള്ളത്. അല്ലെങ്കിൽ വീടിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അമ്മയുടെ ഒന്നും കണ്ണിൽ പെടാതെയാണ് അവൾ ഇങ്ങനെ ചെയ്യാറുള്ളത്. അവൾ ഉടനെ തന്നെ അമ്മ അത് പിന്നെ ഇന്ന് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര പൊടിയൊക്കെ ആയിരുന്നു, അപ്പോ അത് കാരണം ഞാൻ വെച്ചതാണെന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് ആ ഒരു ഡാൻസ് പ്രോഗ്രാമിന്റെ ദിവസം സേജിയുടെ നേതൃത്വത്തിൽ കുട്ടികൾ നല്ലൊരു ഡാൻസ് പെർഫോമൻസ് നടത്തുന്നുണ്ട്. അതിന്റെ ലീഡറായി ചുമതല ഏറ്റെങ്കിലും താൻ പറയുന്നത് ആരും കേൾക്കാഞ്ഞതുകൊണ്ട് ഇപ്പൊ മാറി നിന്ന് മൂന്നാമതൊരാളെ പോലെ അത് നോക്കിക്കാണാൻ അവൾക്ക് കഴിയുന്നുള്ളൂ. കൂടാതെ അവരെല്ലാം ഒന്നിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ആ ഒരു ക്ലാസ്സിലെ മിക്കവരും ആ ഒരു ക്ലാസ്സിലെ എല്ലാവരും അതിലുണ്ടെങ്കിലും ഇവൾ പുറമേ നിന്നുള്ള ഒരാളെ പോലെ ആ ഒരു ഫോട്ടോ എടുത്തു കൊടുക്കുന്ന വെറും ഒരാളായി മാറിപ്പോകുന്നു. അതൊക്കെ ആക്ച്വലി അവൾക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അവൾ എത്രത്തോളം തന്റെ ക്ലാസ്മേറ്റ്സിന്റെ ഇടയിൽ നല്ല രീതിയിൽ ഒന്നിച്ച് മുന്നോട്ട് പോകണമെന്ന് കരുതിയാലും എപ്പോഴും അവരൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് ഇവളെ പുറന്തള്ളുന്ന ഒരു ഫീലാണ് അവൾക്ക് വരുന്നത്. അവളാകെ വീണ്ടും അപ്സെറ്റ് ആയിരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്ന സേജി അവളെ അവൻ വരയ്ക്കാറുള്ള പടങ്ങൾ കാണിക്കുന്നു. ശരിക്കും പടമാണെന്ന് തോന്നാത്ത രീതിയിൽ അത്ര ജീവനൊറ്റ പടങ്ങളായിരുന്നു അവൻ വരച്ചിട്ടുണ്ടായിരുന്നത്. അത് കണ്ട് അവൾ അന്തം വിടുന്നു. ചുറ്റിനുമുള്ള കാഴ്ചകൾ അത്ര മനോഹരമായി കാണുന്ന ഒരാൾക്ക് ഇത്ര മനോഹരമായി അത് ക്യാൻവാസിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ എന്ന് പറയുന്ന അവൾ നിന്റെ ലോകം എത്ര മനോഹരവാ, എനിക്കതിന് കഴിയുന്നില്ലല്ലോ എന്ന് അവളുടെ മനസ്സിലുള്ള സങ്കടം തുറന്നു പറഞ്ഞു പോവാണ്. എപ്പോഴും ഇവൻ അവളോട് ഫീലിങ്സ് മറച്ചു വെക്കാതെ തുറന്നു പറയാന്ന് പറയാറുള്ളത് ഇന്ന് അവളുടെ വായിന്ന് വരുന്നു. അത് കേട്ടപാട് തന്നെ അവൻ വേഗം അവളെയും കൂട്ടി അവൻ റൂഫ് ടോപ്പിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് അവളെ ഇപ്പോഴത്തെ പോലെ തന്നെ മനസ്സ് തുറന്ന് സംസാരിക്കാനായി പ്രേരിപ്പിക്കുന്നു. ആദ്യമൊന്നും അവൾ തയ്യാറാവാത്തപ്പോൾ അവളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അവൻ സംസാരിക്കാണ്. അവളൊരു ഫേക്ക് ആണ്, അതുകൊണ്ടാണ് അവൻ അവളെ തീരെ ഇഷ്ടമല്ലാത്തത് എന്നെല്ലാം പറഞ്ഞു. കുത്തുവാക്കുകൾ കേട്ട് ആദ്യം മിണ്ടാതിരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പിന്നീട് അത് സാധിക്കാതെ അവൾ താൻ ഫേക്കല്ലെന്നും തന്റെ മേലിൽ ഓവർ എക്സ്പെക്ടേഷൻസ് വെച്ചിരിക്കുന്നത് കൊണ്ട് അതിനൊത്ത് മാറാനായി ശ്രമിച്ച് താൻ പലപ്പോഴും തന്റെ സന്തോഷങ്ങളെ മറക്കുന്നുവെന്നും താൻ എന്തൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്താലും അവരാരും തന്നെ വില തരുന്നില്ലെന്നുമെല്ലാം അവളിങ്ങനെ അവളുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ട്രീറ്റ്മെന്റിനെ പറ്റിയും ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ട്രീറ്റ്മെന്റിനെ പറ്റിയും ഒക്കെ ഒരുമാതിരി സംസാരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും തുറന്നു പറയുമ്പോൾ തന്നെ അവൾക്കും ഒരു ആശ്വാസം ആവുന്നുണ്ട്. അത് കേട്ടിരുന്ന അവനും ഇങ്ങനെ വേണം, എപ്പോഴും ഫീലിങ്സ് ഉള്ളിൽ ഒതുക്കാതെ അത് തുറന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒതുക്കി ഒരു ദിവസം അങ്ങ് പൊട്ടിത്തെറിക്കും, അത് നിനക്ക് താങ്ങാൻ പറ്റുമായിരിക്കില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് അവൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ സായ എന്നൊരു പെൺകുട്ടിയുണ്ട്. ആക്ച്വലി ഈ ഒരു ക്ലാസ്സിൽ തന്നെ കുറച്ച് നല്ല രീതിയിൽ അവളോട് പെരുമാറുന്ന, അവൾക്ക് കുറച്ച് വാല്യൂ കൊടുക്കുന്ന ഒരേ ഒരു പെൺകുട്ടി സായയാണ്. സായ മനോഹരമായി ഉണ്ടാക്കിയ ഒരു മാല അവൾക്ക് ഇട്ടുകൊടുത്ത ശേഷം ചോക്ലേറ്റും ഗിഫ്റ്റ് ചെയ്യുന്നു. നല്ല രീതിയിൽ ഈ ഒരു പ്രോഗ്രാം നടന്നത് നീ ഉള്ളത് കൊണ്ടാണ്, അതിനുള്ള ഒരു അപ്രിസിയേഷൻ അത്രേ ഉള്ളൂ എന്നും പറഞ്ഞ സായ സംസാരിക്കുമ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്തു, നിങ്ങളെ ഡാൻസ് പഠിപ്പിച്ചത് പോലും ഞാനല്ല സേജി അല്ലേ എന്ന് നിവ ചോദിക്കുമ്പോൾ അവൻ വന്നില്ലെങ്കിലും നീ ഇത് പഠിപ്പിച്ചു
ഏൽപ്പിച്ചാനെ, എനിക്കത് ഉറപ്പുണ്ട്. നീ അത്രയോളം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നില്ല സായ പറയുമ്പോ സത്യത്തിൽ നിവയ്ക്ക് സന്തോഷാവുന്നു. നിവ വേഗം തന്നെ ഈ ഒരു കാര്യം സംസാരിക്കാനും തന്നെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് പറഞ്ഞില്ലല്ലോ എന്ന കാര്യം ഓർത്ത് അതിന് താങ്ക്സ് പറയാനുമായി സേജി അന്വേഷിച്ചു പോകുമ്പോ അവൻ പിക്ചർ വരച്ചോണ്ടിരിക്കുകയാണ് ആകാശത്തിന്റേത്. അവൾ മനോഹരമായിട്ടുണ്ടെന്ന് പറയുമ്പോ ഞാൻ കണ്ടിട്ടുള്ളത് മനോഹരമായ രണ്ടാമത്തെ കാര്യം ഈ ആകാശമാണെന്ന് അവൻ പറയുമ്പോ, അപ്പോ ആദ്യത്തേത് എന്താണെന്ന് അവള് കൗതുകത്തോടെ ചോദിക്കുമ്പോ പറയില്ല, അത് സീക്രട്ട് ആണെന്ന് അവൻ പറയുന്നു. ഉടനെ അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുമ്പോ ശരി ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവൾ വേഗം മാസ്ക് എടുത്തിടുമ്പോ നീ ഇത്രയും നേരം മാസ്ക് ഇല്ലാതിരുന്നല്ലേ, ഇപ്പൊ എന്തിനാ വീണ്ടും അത് എടുത്തിടുന്നേന്ന് അവൻ ചോദിക്കുന്ന സമയത്ത് എനിക്ക് നിന്റെ മുന്നിൽ എന്തോ മാസ്ക് ഇല്ലാതെ സംസാരിക്കാൻ മടിയില്ല, പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ അതിന് കഴിയുന്നില്ല എന്ന് അവളുടെ മറുപടി കേൾക്കുമ്പോ അവൻ വേഗം അവളുടെ അടുത്തേക്ക് എത്തി മാസ്കിൽ മനോഹരമായ ഒരു പൂ വരച്ചു കൊടുക്കുന്നു. അവളും ഒരുപാട് സന്തോഷത്തിലായിരുന്നു അന്നുണ്ടായിരുന്നത്. അങ്ങനെ അടുത്ത ദിവസമാകട്ടെ സാധാരണ സ്കൂളിൽ പോകുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് അവൾ പോകുന്നത്. സാധാരണ അവള് അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ലെങ്കിലും ഇന്ന് ഇത്തിരി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒന്ന് അണിഞ്ഞൊരുങ്ങി പോകുന്നു. കൂടാതെ PT പീരീഡിൽ അവൾ മാറിയിരുന്ന് മറ്റു കുട്ടികളുടെ കൂടെ ഗെയിം കളിക്കാതെ സേജിയെ തന്നെ നോക്കിയിരിക്കായിരുന്നു. അത് ചില പിള്ളേരെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ പിന്നീട് ബാത്റൂമിൽ നിന്നുകൊണ്ട് നിവയെ പറ്റി ഗോസിപ്പ് അടിക്കാണ് അവളിങ്ങനെ സേജിയെ വായി നോക്കിയിരുന്ന കാര്യമൊക്കെ പറഞ്ഞു. അതാകട്ടെ അങ്ങോട്ടേക്ക് എത്തുന്ന നിവ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. നിവ സേജിക്ക് ഒട്ടും മാച്ച് അല്ലെന്നും അവള് മാസ്ക് ഇട്ട് ഇങ്ങനെ മൂടി നടക്കുന്ന കണ്ട ഏതാണ്ട് വലിയ കൊലയാളിയാണോ എന്ന് തോന്നുന്നൊക്കെ അവരിങ്ങനെ പറയുമ്പോ അവൾക്ക് വല്ലാത്ത സങ്കടം വരുന്നു. അവൾ ആ സങ്കടത്തിൽ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോ സായ ഇവൾക്ക് എന്തോ സങ്കടം ഉണ്ട് എന്ന് മനസ്സിലാക്കി അടുത്തേക്ക് സംസാരിക്കാനായി വരുമ്പോഴേക്കും പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു പ്രകോപനത്തിന്റെ പുറത്ത് ഒരു കാര്യമില്ലാതെ സായയെ ഒന്ന് പോയെന്ന് പറഞ്ഞ് പിടിച്ച് തള്ളുകയാണ് നിവ. അവൾ അങ്ങനെ പിന്നീട് അസ്വസ്ഥയായി അവിടെ പെരുമാറുമ്പോ അത് കാണുന്ന സേജി അവളെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്നു. അവൾ ആകെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് മനസ്സിലാക്കി പാഴടഞ്ഞു കിടക്കുന്ന ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട് അവിടെ അടുത്തായി, അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ വന്നു കഴിയുമ്പോ സത്യം പറഞ്ഞ അവളുടെ മനസ്സിന് വല്ലാത്തൊരു ശാന്തത അനുഭവപ്പെടുന്നു. അവൾ അവിടെ ഇങ്ങനെ ഏറെ നേരം അവന്റെ കൂടെ ഓരോന്നും മിണ്ടിയും പറഞ്ഞും സമയം ചെലവഴിക്കുന്നു. അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവൾ പല കാര്യങ്ങളും അവനുമായി സംസാരിക്കുന്നുണ്ട്. പണ്ടൊന്നും താൻ ഇവൻ പറയുന്നത് പോലെ ഇങ്ങനെ മാസ്ക് ഇട്ട് മൂടി കെട്ടി നടന്നിരുന്ന ഒരാളല്ലെന്നും എല്ലാവരോടും വളരെ ആക്റ്റീവായി മനസ്സിലുള്ള കാര്യം അതേപടി പ്രകടിപ്പിക്കുന്ന സംസാരിക്കുന്ന ഒരാളായിരുന്നെന്നും പറയുന്ന അവൾ, പക്ഷെ കുട്ടിക്കാലത്ത് തന്റെ ഒരു ഫ്രണ്ടിനെ സ്കൂളിൽ പുതുതായി വന്ന ഒരു പെൺകുട്ടി ഉപദ്രവിച്ചപ്പോ അതിൽ താൻ ഇടപെടുകയും പക്ഷെ ആ പെൺകുട്ടി അടവെടുത്ത് താൻ അവളെ വെറുതെ വഴക്കുണ്ടാക്കാൻ ചെന്നുവെന്ന് പറഞ്ഞ് കരഞ്ഞ് ബഹളം വെച്ച് ആ സമയം താൻ പറഞ്ഞതൊന്നും ആരും കേൾക്കാതെ താൻ ആകെ തളർന്നു പോയിരുന്നെന്നും അന്ന് മുതൽ തനിക്ക് തന്റെ ഉള്ളിലുള്ള ഫീലിങ്സ് മറ്റുള്ളവരോട് തുറന്നു പറയാൻ പേടിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ തന്നെ ഹേർട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് താൻ പിന്നീട് കാര്യങ്ങളെ നോക്കി കണ്ടതും പെരുമാറിയതും എന്നെല്ലാം അവൾ പറയാണ്. കൂടാതെ സ്കൂളിൽ നിന്ന് അവൾക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം നേരിടേണ്ടി വന്ന അതേ സമയം തന്നെയാണ് അവളുടെ പേരൻസും ഡിവോഴ്സ് ആയത്. ഇപ്പൊ അമ്മ വേറൊരു വിവാഹം കഴിച്ച് ആ വിവാഹത്തിലുള്ള ഹസ്ബൻഡിന്റെയും അവയുടെയൊക്കെ കൂടെയാണ് അവളിപ്പോ ജീവിക്കുന്നത് എന്ന് പറയുന്നു. ഈ ഒരു കാര്യം കൊണ്ടാണ് അച്ഛനായിട്ടെങ്കിലും നീ അദ്ദേഹത്തെ കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ അമ്മ മുന്നേ പറഞ്ഞത്. അവൾ ഇപ്പോഴും അത്ര കാര്യമായ അടുപ്പമൊന്നും അവളുടെ ഈ രണ്ടാനച്ഛനോട് കാണിക്കുന്നില്ല. പക്ഷെ അനിയത്തിക്കുട്ടിയെ വലിയ കാര്യമൊക്കെയാണ്. എന്തായാലും അങ്ങനെ അമ്മയുടെ ഈ രണ്ടാം വിവാഹത്തിന് ശേഷമാണ് അവൾ ഈ സ്കൂളിലേക്ക് അവർ ഇങ്ങോട്ടേക്ക് താമസം മാറിയപ്പോ ജോയിൻ ചെയ്തത്. അപ്പോഴും അവൾ മുന്നത്തെ സ്കൂളിലെ പോലെ അനുഭവം തനിക്ക് ഇവിടെ ഉണ്ടാകുമോ എന്ന പേടിയിൽ ജീവിച്ചിരുന്ന സമയത്താണ് ഒരു ദിവസം പനി കാരണം അവൾ മാസ്ക് വെച്ചോണ്ട് സ്കൂളിൽ വന്നത്. പക്ഷെ അതൊരു തുടക്കമായിരുന്നു. അന്ന് മാസ്ക് വെച്ചത് അവൾക്ക് വളരെ ഒരു കംഫോർട്ട് സോണായി മാറി. തനിക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ ദേഷ്യമോ സങ്കടമോ ഒക്കെയാണ് വരുന്നതെങ്കിലും അത് മറ്റുള്ളവർ അറിയാതെ കവർ ചെയ്യാൻ ഈ മാസ്ക് തന്നെ സഹായിക്കും എന്നൊരു കാര്യം അന്ന് തിരിച്ചറിയുന്ന അവൾ പിന്നീട് അതങ്ങ് കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവര് സംസാരിച്ച് നേരം കുറെ പോയിട്ടുണ്ടായിരുന്നു. എന്റെ വീട്ടിലേക്ക് വരാത്തെന്ന് പറഞ്ഞ് അമ്മ വിളിക്കുമ്പോഴാണ് അവൾക്ക് ആ കാര്യം ഓർമ്മ വരുന്നത്. അവൾ വേഗം തന്നെ വെപ്രാളത്തിൽ വീട്ടിലേക്ക് പുറപ്പെടുന്നു. ലേറ്റ് ആയതുകൊണ്ട് സേജിയും അവളുടെ കൂടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അമ്മ കാണാതെ അവനെ പറഞ്ഞു വിടാൻ അവൾ നോക്കുന്നുണ്ടെങ്കിലും അമ്മ ഇവരെ കാണുന്നു. ആരെ ചേച്ചി ഇത് ബോയ് ഫ്രണ്ട് ആണോ എന്ന് അനിയത്തിക്കുട്ടിയും അതിന്റെ ഇടയിലൂടെ പണി കൊടുക്കുന്നുണ്ട്. എന്തായാലും സേജി കൂടെ വന്നതിനെ പറ്റി അമ്മ ദേഷ്യപ്പെടുന്നില്ലെങ്കിലും അവൾ വളരെ ഹാപ്പിയായി അന്ന് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇവൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇവള് നമ്മുടെ മുന്നിൽ കാണുന്ന ആളല്ല. സ്കൂളിൽ ഇവൾക്ക് എന്തൊക്കെയോ ചില കുഴപ്പങ്ങൾ ഉണ്ടെന്ന രീതിയിൽ അമ്മയ്ക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി അവളോട് സംസാരിക്കണമെന്നും അമ്മ തീരുമാനിക്കുന്നു. അടുത്ത ദിവസം സായ ഇങ്ങോട്ടേക്ക് സ്കൂളിലേക്ക് വരുന്ന നിവയോട് സംസാരിക്കുന്നു. നിനക്ക് ഇന്നലെ വയ്യായിരുന്നു എന്ന് കരുതിയാണ് ഞാൻ മാസ്ക് പെട്ടെന്ന് മാറ്റാനായിട്ട് ആ സമയത്ത് നിർബന്ധിച്ചത്. നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാനപ്പോൾ ഓവർ റിയാക്ട് ചെയ്തതിൽ എനിക്ക് മാപ്പ് ചോദിക്കണം. കാരണം മാസ്ക് ഊരുന്ന സമയത്ത് ഞാൻ വളരെ അൺകംഫോർട്ടബിൾ ആയി ഫീൽ ചെയ്യും. പക്ഷെ അത് ആരെങ്കിലും അറിഞ്ഞാ എന്നെ പറ്റി ചീത്തയെ വിചാരിക്കുന്ന കരുതിയാ ഞാനത് മറച്ചു വെച്ച്
പെട്ടെന്ന് ഞാൻ ടെൻഷൻ ആയിരുന്ന സമയത്ത് നീ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോ എനിക്ക് വയ്യാന്ന് കരുതി മാസ്ക് മാറ്റാനൊക്കെ പറഞ്ഞപ്പോ ദേഷ്യം വന്നു, അതാ പിടിച്ച് തള്ളിയെന്നെല്ലാം അവൾ സോറി പറയുമ്പോ അതൊന്നും സാരമില്ല എന്ന് പറയുന്ന സായ, സേജി നീയും നല്ല കൂട്ടാ, അവൻ നിന്നെ വളരെയധികം കെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ആ ഒരു സിറ്റുവേഷനിലും ഇവളെ കൂട്ടിക്കൊണ്ടുപോയ കാര്യം പറഞ്ഞ് കളിയാക്കുന്നു. എന്തായാലും സേജിയുടെ പേര് കേൾക്കുമ്പോ ഇപ്പൊ നിവ വളരെ ഹാപ്പിയാണ്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിലാണ് സേജിയും നിവയും നല്ല കൂട്ടാണെന്ന് തോന്നുന്ന അവന്റെ ആർട്ട് സാറ് നിവയോട് നീ സേജിയോട് ഒന്ന് സംസാരിച്ച് അവനിപ്പോ അബ്രോഡിലേക്ക് വന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാതെ അവിടുത്തെ ആർട്ട് സ്കൂളിലെ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള ആ ചാൻസ് യൂസ് ചെയ്യണമെന്ന കാര്യം അവനെ ഓർമ്മിപ്പിക്കണമെന്ന് പറയുന്നത്. അവൻ ഇങ്ങനെ പാസ്റ്റും പിടിച്ചോണ്ടിരുന്ന ഇനി ഇങ്ങനെ ശരിയാവുന്നെല്ലാം സാറ് ചോദിക്കുമ്പോ അതെന്താ പാസ്റ്റിൽ ആ ഒരു ഇൻസിഡന്റ് എന്നവൾ ആകാംക്ഷയിൽ ചോദിക്കുന്നു. നിനക്കത് അറിയില്ലെങ്കിൽ എനിക്കതിപ്പോ പറയാൻ കഴിയില്ല എന്നും പറഞ്ഞു സാറ് പെട്ടെന്ന് പോകുമ്പോ എന്തോ ഒന്ന് അവന്റെ പാസ്റ്റിൽ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന അവൾ അത് എന്താണെന്ന് അറിയാനായി അവനോട് തന്നെ ചോദിക്കാനായി പോകുന്നു. പക്ഷെ അവൻ അവളോട് ഒന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല. പിന്നീട് എന്താണ് അവന്റെ പാസ്റ്റിൽ നടന്നത് എന്ന് അന്വേഷിക്കുന്ന അവൾക്ക് അവൾ ഒട്ടും വിചാരിക്കാത്ത ഒരു സോഴ്സിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻ കിട്ടുന്നു. അതായത് ഇവനെ അന്ന് കണ്ട അമ്മയ്ക്ക് എവിടെയോ കണ്ടു മറന്ന ഒരു ഫീൽ ഉണ്ട്. അമ്മ പിന്നെ അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴാണ് പണ്ട് ഇവളുടെ സ്കൂളിൽ കുറച്ച് ക്ലാസ്സുകൾ സീനിയറായി പഠിച്ച ഒരു പയ്യന്റെ കാര്യം ഓർമ്മ വരുന്നത്. പക്ഷെ പിന്നീട് ക്യാൻസർ ബാധിതനായ പയ്യൻ പഠനം നിർത്തി പോയിട്ടുണ്ടായിരുന്നു. ആ പയ്യനാണ് ഇവൻ എന്ന് മനസ്സിലാക്കുന്ന അമ്മ ആ കാര്യം അവളോട് പറയുകയും പണ്ടത്തെ ആൽബത്തിൽ നിന്ന് ഫോട്ടോ ചിലതെടുത്ത് കാണിക്കുകയും ചെയ്യുമ്പോൾ അവൾ ആകെ ഞെട്ടിപ്പോകുന്നു. അതെ, സീജി ആ ഒരു പയ്യനാണ്, പണ്ട് ഇവൾ കണ്ടു മറന്ന ആ ഒരു പയ്യൻ. അവൾ വേഗം തന്നെ അവനെ ഈ കാര്യം കണ്ടു പറയാനായി പോകുമ്പോഴേക്കും അവൻ ഇപ്പൊ ക്യാൻസറിന്റെ ആ ഒരു ഡേഞ്ചർ അവസ്ഥയിൽ നിന്ന് ഓക്കെ ആണെങ്കിലും പൂർണ്ണമായും മുക്തനായി എന്ന് പറയാൻ സാധിക്കില്ല. എപ്പോ വേണമെങ്കിലും അവനെ അത് പിടികൂടാം. ആ ഒരു പേടിയൊക്കെ കൊണ്ട് അവൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ ഇപ്പൊ പേടിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് അവൻ അബ്രോഡിലേക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടും പോകാനൊക്കെ മടിക്കുന്നത്. കൂടാതെ അവൻ ഇവളെക്കാൾ സീനിയർ ആണെങ്കിലും കുറെ നാളും സ്കൂളിലേക്ക് പോകാൻ സാധിക്കാതെയാണ് ഇപ്പോൾ രണ്ടുപേരും അങ്ങനെ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നത്. പിന്നീട് ട്രീറ്റ്മെന്റിനൊക്കെ ശേഷം ഈ സ്കൂളിലേക്ക് വന്ന് ഇവളുടെ അതേ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ അവൻ ഇവളെ പണ്ട് കണ്ട പരിചയത്തിന്റെ പുറത്ത് ശ്രദ്ധിച്ചിരുന്നെങ്കിലും അവൾക്ക് ഇവന് ഓർമ്മയില്ലാത്തതുകൊണ്ട് അവൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴേ അവൻ അവളോട് ഞാൻ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി തോന്നിയ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് കുട്ടിക്കാലത്ത് എന്നെ സഹായിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ ചിരിയാണ്. എന്നെ മറ്റു കുട്ടികൾ ഉപദ്രവിക്കുമ്പോൾ ആ കുട്ടി എന്നെക്കാൾ ഒരുപാട് ജൂനിയർ ആയിരുന്നെങ്കിലും അവൾ എന്നെ സഹായിച്ചിരുന്നു. എനിക്ക് വേണ്ടി അവരോട് വഴക്കിട്ടിരുന്നു. ഞാൻ എന്നൊരു പേടിത്തൊണ്ടനായി ആരോടോ ഒന്നും തുറന്നു പറയാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞിരുന്ന കാലത്ത് അവൾ എന്നോട് നമുക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ അവൾക്ക് എന്നെ ഓർമ്മ പോലുമില്ല. അവൾ ആകെ മാറിപ്പോയി. അന്ന് എന്നോട് എങ്ങനെ ആവരുതെന്ന് ആണോ അവൾ പറഞ്ഞത് അതേ രീതിയിലേക്ക് അതേ രീതിയിലേക്ക് അവളിപ്പോ മാറിയിരിക്കുന്നു എന്നവൻ പറയുമ്പോൾ അവൾ ഈ പറയുന്നത് തന്നെ പറ്റി അല്ലേന്ന് ചോദിച്ചുകൊണ്ട് തനിക്കിപ്പോ അവനെ ഓർമ്മയുണ്ടെന്നും അവൻ ഒരുപാട് ഹാപ്പി ആവുന്നു. ഈ സമയത്ത് അവൾ ഏറെ നേരം അവനോട് സംസാരിച്ച് അവനുമായി ടൈം സ്പെൻഡ് ചെയ്ത് അവന്റെ കൂടെ ഒന്നിച്ച് പടമൊക്കെ വരച്ച് അങ്ങനെ അവർ ആ ഒരു രാത്രി മുഴുവൻ സ്കൂളിന്റെ റൂഫ് ടോപ്പിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നേരം വെളുക്കുമ്പോഴേക്കും പണ്ട് ഇവളോട് സംസാരിച്ച് ഇവളുടെ മനസ്സ് പതിയെ അവൻ മാറ്റിയെടുത്തത് കണക്ക് ഇപ്പോൾ അവന്റെ മനസ്സിലെ പേടിയും ആശങ്കയും ഒക്കെ മാറ്റിയെടുത്ത് വിദേശത്തേക്ക് സ്കോളർഷിപ്പ് നേടി പോകുന്ന ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അവനെ മാറ്റിയെടുക്കാനായി അവൾക്ക് കഴിയുന്നു. അവളങ്ങനെ ആ ഒരു സന്തോഷത്തിൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ രാത്രി വീട്ടിൽ വരാഞ്ഞതിന്റെ പേരിൽ അമ്മ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. കൂടാതെ ഇവളുടെ രണ്ടാനച്ഛനും അവളെ കാണാത്തതിന്റെ പേരിൽ ടെൻഷൻ പ്രകടിപ്പിക്കുമ്പോൾ അവൾക്ക് ആകെപ്പാടെ ഭയങ്കര സന്തോഷം. അവൾ വേഗം തന്നെ സോറി അച്ഛ, സോറി അമ്മ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇതുവരെ ഒരു അച്ഛൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ലാത്ത അവൾ ഇങ്ങനെ പെരുമാറുമ്പോൾ അവരും വളരെ ഹാപ്പി ആവുന്നു. അങ്ങനെ അവൾ ഇവിടെ ഹാപ്പിയായി ഇത്രയും നാൾ അവൾ കണ്ടതിനേക്കാൾ വ്യത്യസ്തമായ രീതിയിൽ കുറച്ചുകൂടെ പ്രയോറിറ്റിയോടുകൂടി അവൾ ഈ ഫാമിലിയെ കാണാനായി തുടങ്ങുന്നു. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു ദിവസം അവളെ കാണാനായി വിദേശത്തെ പഠനം പൂർത്തിയാക്കി സേജി എത്തുന്നു. തന്നെ ബെറ്റർ ആവാൻ സഹായിച്ച സേജിയെ അവന്റെ ലൈഫിൽ ബെറ്റർ ആവാനായി തനിക്കും സഹായിക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷത്തില് അങ്ങനെ ഇപ്പൊ വീണ്ടും അവർ കണ്ടുമുട്ടുന്നിടത്ത് ഈ ഒരു കഥ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.